ഹേ ഓൾ, ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ. അപ്പോൾ കാര്യമൊക്കെ ഞാൻ ആദ്യമേ അങ്ങ് പറയുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. UAE ഇപ്പം സ്കൂൾസിന് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ കരുതി എൻ്റെ സ്വന്തം സ്ഥലമായ കരുനാഗപ്പള്ളിയിലേക്ക് പോകാമെന്ന്. അപ്പം പോകുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വൈബിനൊത്തൊരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടി കേട്ടോ, നിത്താര. പിന്നെ അവളുമായിട്ട് കുറച്ച് സമയം കളിച്ച് ചിരിച്ച് അവൾ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നില്ലായിരുന്നു. ഞങ്ങൾ എന്തായാലും എത്ര പെട്ടെന്ന് അങ്ങ് വൈബായി കേട്ടോ. ഞങ്ങളങ്ങ് സെറ്റായി പെട്ടെന്ന് തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോണൊക്കെ അവളെടുത്ത് പിന്നെ ഫോട്ടോ എടുപ്പായി, വീഡിയോ എടുപ്പായി, കളിയായി, ചിരിയായി. അങ്ങനെ പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ കയറി കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ യാത്രയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞില്ല. എൻ്റെ അച്ഛൻ്റെ സ്ഥലം തന്നെയാണ് പത്തനംതിട്ട. പക്ഷേ എൻ്റെ സ്വന്തം സ്ഥലം, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്ഥലമായ കരുനാഗപ്പള്ളിയിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് ഇന്ന് 2.5 വർഷം ആവുന്നുണ്ട്. ഈ 2.5 വർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മാരേജിൻ്റെ അന്ന് എൻ്റെ അച്ഛനും അമ്മയായിട്ട് തന്നെയാണ് ആ വീട്ടിൽ ഞാൻ ഇറങ്ങുന്നത്. ഞാൻ എടുത്ത ഒരു റോങ് ചോയ്സിൻ്റെ ഭാഗമായിട്ട് പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. അതൊക്കെ ആലോചിച്ചിങ്ങനെ ഇരുന്ന സമയത്ത് ഓക്കെ, മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവാൻ ബുക്കൊക്കെ വായിക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചിരുന്നു. വീണ്ടും ഞാൻ എന്തൊക്കെയോ ചിന്തിക്കാനായിട്ട് പോയി. അങ്ങനെ പിന്നെ കുറേ നേരം ചിന്തിച്ചിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ പിടിച്ചു നിർത്തുന്നത് ഈ 2 വ്യക്തികളാണെന്നുള്ളത്. പെട്ടെന്ന് എനിക്ക് അച്ഛമ്മൻ്റെ അമ്മയുടെ ഫോട്ടോ എടുത്ത് നോക്കാൻ തോന്നി. അങ്ങനെ പിന്നെ കുറച്ച് സമയം എന്തൊക്കെയോ അവരെ ഫോട്ടോ നോക്കിയിരുന്ന് മനസ്സിലാലോചിച്ചു. മീൻ വയൽ ഞാൻ ട്രിവാൻഡ്രത്തെത്തി. അച്ഛമ്മോനെ അമ്മ എനിക്കും കിട്ടി, അവർക്ക് എന്നെയും കിട്ടി. ആ സന്തോഷം ഈ 2 പേരുടെ മുഖത്തുണ്ട് കേട്ടോ. അച്ഛമ്മോൻ എന്നെ കൊണ്ട് വെള്ളമൊക്കെ കുടിച്ച് ഇത്രയും നേരം യാത്ര ചെയ്താൽ വെള്ളമൊക്കെ പെട്ടെന്ന് കുടി പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കും ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ പോകുന്ന ഒരു ഫേസിൽ എൻ്റെ അച്ഛമ്മോനും അമ്മയും കൂടി ഇല്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല ഞാൻ എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളത്. എന്തായാലും ഈ ഒരു ചിരി സന്തോഷവും എൻ്റെ ലൈഫിലുണ്ടായിരുന്ന 2.5 വർഷം മുന്നേ നഷ്ടപ്പെട്ട സന്തോഷം എനിക്ക് തിരിച്ച് കിട്ടിയത്, സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം എനിക്ക് നിങ്ങളോടൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തക്കാരത്തിച്ചെന്നവരോട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് തിരിച്ച് കാറിലിരുന്ന് ഞാൻ എൻ്റെ വീട്ടിലെത്തി. 2.5 year മുന്നേ ഞാനെടുത്ത റോങ് ചോയ്സാണ് എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നത്. ഇന്ന് പക്ഷേ ആ ചോയ്സ് തിരുത്തിയിട്ടാണ് ഞാൻ കയറുന്നത് കേട്ടോ. ഇന്ന് എനിക്ക് സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീടിൻ്റെ കഥ തുറന്ന് കയറട്ടെ. എന്നെ അന്ന് ഇവിടുന്ന് വിട്ട സമയത്ത് എൻ്റെ ഫോട്ടോ എല്ലാം എടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ. കാരണം എൻ്റെ വീട്ടുകാരെ ഞാൻ വല്ലാണ്ട് വിഷമിപ്പിച്ചിറങ്ങിയത്. ഇതെങ്ങോട്ടായിരുന്നു അന്ന് തുറന്നില്ലേ ഞാൻ? അയ്യോ, എൻ്റെ വീടിനകത്ത് ഞാൻ കയറി. എൻ്റെ ഫോട്ടോ, എൻ്റെ ട്രോഫി, എൻ്റെ വീട്. അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യേ. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്തുക കേട്ടോ. ബാക്കിയെല്ലാം അടുത്ത ദിവസം രാവിലെ തൊട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ റൂമിൽ ഞാൻ എത്തി, എൻ്റെ വീട്. ഇപ്പോൾ സമയം 1 മണിയോളം ആയി കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷം, എനിക്ക് സങ്കടവും വരുന്നുണ്ട്. ഇനി ബാക്കി വിശേഷമൊക്കെ അടുത്ത ദിവസം. എനിക്ക് റൂമെല്ലാം റീഅറേഞ്ച് ചെയ്യണം, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ലവ് യു ഓൾ ആൻഡ് ബൈ.